അപ്പൊ ഇനി നിശ്ചയം മുടങ്ങുമല്ലോ. എന്നാലും ഈ സമയത്ത് നീ വേഗം റെഡിയാകാൻ നോക്ക്, സമയം പോകുന്നു. എങ്ങോട്ട് പോവാനാ? മരണത്തിന് പോകണ്ടായോ? അയ്യോ, നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം എടുക്കാനിരിക്കുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ മരണത്തിന്റെ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാര് പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഇതെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്തോന്ന്? ഈ കല്യാണത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ചേട്ടന് വിശ്വാസമുള്ള ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോത്സ്യര്. വിളിച്ചു നോക്ക്, വിളിക്കേ. നിന്ന് നിലയ്ക്ക് വരാൻ പറഞ്ഞ എങ്ങനെയെണ്ണ? കൊച്ചു കിടക്കണ്, ചെറുക്കനാണെങ്കിൽ ഇവിടെ മൊത്തം തൂരി വെച്ചേക്കണ്. അതെന്തോന്ന് പറച്ചില്ലേ? നീ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൈയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കിട്ടണ കല്യാണത്തിന് മരിപ്പിനൊക്കെ വന്ന് ഇടിച്ച് നിന്ന് അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടും. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടായി കൊടുത്തു പറഞ്ഞാൽ ഒരുത്തനും വന്ന് കുത്താൻ പോണില്ല. എനിക്ക് ഈ പിള്ളേരെ ഇട്ടിട്ട് നിന്ന് നിപ്പി വരാൻ പറഞ്ഞാൽ പറ്റിയൊന്നുമില്ല. ഓ, എന്നാ നീ അടുക്കളയിൽ തന്നെ ഇരുന്നോ. അനിതേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ സംഭരണമൊക്കെ തന്നെ നിങ്ങളെ പിടിച്ച് മെമ്പർ ആക്കിയേക്കുന്നത്. എന്നാ സഖാ ഒരു കാര്യം ചെയ്യും, എന്റെ അടുക്കളയിൽ വന്ന് കഞ്ഞി വെച്ചതാ. കൊച്ചുങ്ങളെ കാര്യം നോക്ക്, ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിൽക്കാം. ഇവിടുത്തെ പണി ഒതുക്കി കൊച്ചുങ്ങൾ അപ്പുറത്തെ അപ്പുറത്തെ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല. ഓ, നീ എന്തരാ ചെയ്? ഇത് എന്തൊരു പെണ്ണിത്. പ്രസന്ന, നീ ഇവിടെ ഇല്ലേ? ഞാൻ രാവിലെ വെട്ടാൻ പോരുന്ന. ഇതെങ്ങനെ അറ്റാക്ക് ആയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇതുവഴി പോയപ്പോഴേ എന്താ കരച്ചിലും വിളിയാ കേട്ടായിരുന്നു. രാത്രി ഒന്നും അല്ലടാ, ഇതിപ്പോ രാവിലെ അവർ തളർന്നു വീണതെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നേ മരിച്ചു. പക്ഷേ ഏമാരിപ്പോൾ പറയണ ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതെന്ത് നമുക്കെങ്ങനെ അറിയാൻ? എന്തരോ ഒരു ഇത്. നിന്റെ സാധനം വല്ല ഇരിക്കണം? ഇല്ലെണ്ണ, എൻ്റെ ഒന്നുമില്ല. കാണും, നീ ഇതുപോലെ എടുത്തോണ്ടാണ്. ഇല്ലെണ്ണ, ഒന്നുമില്ലെന്ന്. ചേച്ചി, സമയമാകുമ്പോൾ ആരായാലും മരിക്കത്തില്ലേ ചേച്ചി? അവരുടെ സമയമായപ്പോൾ അവർ മരിച്ചു. അതിപ്പോൾ കല്യാണം ഉറപ്പിച്ചില്ലെങ്കിലും ഉറപ്പിച്ചാലും ആ സമയത്ത് അവർ പോകും. പക്ഷെ നമ്മൾ ഇവിടുന്ന് മരണത്തിന് പോണത് ദോഷമല്ലേ? എന്റെ പൊന്ന് ചേച്ചി, നമ്മുടെ വീട്ടിൽ മരുമോളാവരുത്, കൊച്ചിന്റെ വീട്ടിലല്ലേ ചേച്ചി മരണം. അതിന് പോകാതിരുന്നാലാണ് ദോഷം. അവർ നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും ചേച്ചി? അപ്പൊ പോവാല്ലേ? ധൈര്യമായിട്ട് പോയിട്ട് വാ ചേച്ചി. കല്യാണം ഉറപ്പിച്ച ശേഷം അവരുടെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ. ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ ചേച്ചി? അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം. മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആര് മരിച്ചത്? അവിടുത്തെ അമ്മച്ചിയടാ. ഓ, അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനാ? ഇത് മരണ വീടാണ്, ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കയറിട്ട് എന്തിനാണ് അതെന്തൊരു തട്ട്? എന്റെ അളിയ, നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ, നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ, ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മൂമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ, കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ? എനിക്ക് അതെന്ത്? എടാ, ഈ മരിപ്പൂട്ടില്ലേ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ട് ഒറ്റയ്ക്കാ? എടാ, ഞാൻ ഇവിടെ ഇല്ലേ? നീ പോയി വളയാളിയാ അവളാ. തീർക്കടാവും കൂടാ. രതീഷേ, നീ മുരളിയെണ്ണ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. വൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നോണ്ട് എവിടാ? എടാ, ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ. അവ എത്തിക്കണോല്, നീ നോക്കിയാണ്. അണ്ണാ, ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ അത്? അക്കരെ ഒരു മരിപ്പ് വീട്ടില്ലേ ഇതുപോലെ ഒരു നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ നിന്ന് കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ബൈരം വായിച്ച ആളല്ലേ? ആരുടെ അണ്ണാ, ഇത് കണ്ട് ഇവിടെ വെട്ടിയൊരുക്കാനായിട്ടേ ബൈരം വായിച്ച ബംഗാളി. അത് ശരി, ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല, നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാടാ. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡിൽ. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളിയാണോ ഇത്? ഇവിടെയാടാ, ഇവിടെ ഇറങ്ങ. ഇറങ്ങ്.
ദാ ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തിൽ തൂ ഏ കാം കരോ ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ ബോഡി ദഹിപ്പിക്കാൻ ഹേ. ഹാ ജൽദി താരാതാരി. ഓ അവനെ കൊണ്ട് ബ്ലാങ്കമ്പും കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ബ്ലാഗ് എത്തും. ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരേലേ വെക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേണവായി തൂ കാം കരോടാ ജൽദി. ആ പോയി തോലൊന്നുമില്ല. എടാ താരാതാരി. ഏടിയമ്പി നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്താനിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങളും ഇവരുമായിട്ട് കേസ് കിടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ ഇപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരേടത്തിൽ കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എങ്കിൽ കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ് മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയിലെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടെ? ദോ അവിടെ ചെന്ന് നോക്ക്. ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പരത്തിയിട്ടാകുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ടേ കത്തിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെയല്ലേ, അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളേ. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊന്ന് എവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ. ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ ആംബുലൻസ് കിടന്ന് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു.